പൊങ്കാല ആശംസകൾ. 2 ദിവസം കൂടി പൊങ്കാലയ്ക്കുണ്ടെന്ന് പറഞ്ഞാലും തിരുവനന്തപുരംകാർക്ക് ഈ ഒരു ദിവസം മാത്രമേ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ഉള്ളൂ എന്ന് പറയാം. കാരണം ഇന്നുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കണം, എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കണം. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ അതിഥികളെല്ലാം എത്തി തുടങ്ങും. തിരുവനന്തപുരം നഗരത്തിലേക്ക് മലബാറിൽ നിന്നും കൊച്ചിയിൽ നിന്നും കോട്ടയത്ത് നിന്നും കൊല്ലത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നുമൊക്കെ അമ്മയ്ക്ക് പൊങ്കാലയിടാൻ വരുന്ന ഭക്തർ വന്നു തുടങ്ങുന്ന സമയമാണ് ഇന്ന് രാത്രിയും നാളെ രാവിലെയും ഉച്ചയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്നൊരു ദിവസം മാത്രമേ പൊങ്കാലയ്ക്ക് വേണ്ടി തിരുവനന്തപുരംകാർക്ക് ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ഉള്ളൂ. അതുകൊണ്ട് സമയമില്ല. തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരവാസികളൊക്കെ ഒപ്പം തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഭാരവാഹികളൊക്കെ ആ ഒരു ഓട്ടത്തിലാണ് ഇന്ന് ഉണ്ടാവുക. ഏതായാലും ഇത് ക്ഷേത്ര പരിസരമാണ്. രാവിലെ മുതൽ ഞാനിപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറായി ക്ഷേത്രത്തിലെത്തിയിട്ട്. ആ സമയം മുതൽ ഇതുപോലെ ഇങ്ങനെ ക്യൂ ആയിട്ട് ഭക്തർ നിൽക്കുകയാണ് അമ്മയെ ഒന്ന് തൊഴാൻ, കാണാൻ, പൊങ്കാലയിടുന്നതിന് മുൻപ് ഒരു ദർശനം കണ്ട് മടങ്ങാൻ വേണ്ടി. ഇപ്പോൾ രാവിലെ മുതൽ ഈ കുത്തിയോട്ട കുട്ടികളുടെ ദർശനമാണ് നടക്കുന്നത്. ആ ചടങ്ങ് പൂർത്തീകരിച്ചാൽ മാത്രമേ ഇപ്പോൾ ഈ നടപ്പന്തലിൽ കാത്തു നിൽക്കുന്ന ഭക്തർക്ക് ദർശനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് മണിക്കൂറുകളായി, ഏതാണ്ട് രാവിലെ മുതൽ തന്നെ ഇവർ വന്നതാകണം, പുലർച്ചെ തന്നെ വന്നതാകണം. അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതിനൊപ്പം ഈ തോറ്റമ്പാട്ട് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് ഇന്നും നാളെയും മറ്റന്നാളും. തോറ്റമ്പാട്ട് അവസാനിക്കുന്നതോടെയാണ് അടപ്പുവെട്ടും പിന്നീട് പൊങ്കാല ചടങ്ങുകളിലേക്കും കടക്കുന്നത്. ഏതായാലും ഇനി 2 ദിവസം തിരുവനന്തപുരത്ത് അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഭക്തർ തിരുവനന്തപുരത്തേക്ക് ഈ അമ്മയ്ക്ക് പൊങ്കാലയിടാൻ വേണ്ടി, ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്നിരിക്കുന്ന പലരും ഈ ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാലയിടാം എന്ന് ഉദ്ദേശിച്ച് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചു വരുന്നവരാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ പല ഭക്തരും പ്രായമായ അമ്മമാരൊക്കെ ഈ പൊങ്കാല അടുപ്പുകൾ കൂട്ടാൻ വേണ്ടി ക്ഷേത്ര പരിസരത്ത് തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് കണ്ടു. ഇപ്പോൾ ഈ ഇവിടെ നിൽക്കുന്ന ഭക്തർ ഇവരൊക്കെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. നിങ്ങൾ തിരുവനന്തപുരംകാരാണോ അതോ എപ്പോഴെവിടേക്ക് വന്നത് തൊഴാൻ വേണ്ടി? 6:30. എല്ലാ വർഷവും ഈ ഉത്സവ ദിവസങ്ങളിലെല്ലാം തൊഴാൻ വരുമോ? പൊങ്കാല ഇടുന്നത് എവിടെ? നമ്മുടെ അടുത്ത് തന്നെ. അമ്മ തിരുവനന്തപുരമാണോ? തൃപ്പൂണിത്തറ. എല്ലാ വർഷവും വരുമോ? ഇപ്പോൾ 2ാമത്തെ വർഷം. ഇപ്പോൾ പൊങ്കാല ഇട്ടിട്ടേ മടങ്ങുന്നുള്ളൂ അതോ? പൊങ്കാല ഇട്ടേ മടങ്ങും. എവിടെ, അമ്പല പരിസരത്ത് തന്നെ ആണോ? അല്ല, കുറച്ച് ദൂരെ. അമ്പലം പരിസരത്തൊന്നും ബുദ്ധിമുട്ടാണ്. എവിടെ നിന്നാണ്? ഞങ്ങൾ തിരൂരിൽ നിന്ന് പൊങ്കാല ഇടാൻ വേണ്ടി വന്നത്. ആദ്യമായിട്ട് വരികയാണ്. എന്നാണ് വന്നത്? ഇന്നലെ വന്നത്. രാത്രി വൈകുന്നേരം വന്നതാണ്. ഇപ്പോൾ ഇന്ന് പൊങ്കാല കഴിഞ്ഞിട്ട് പോവുള്ളൂ. താമസമൊക്കെ? താമസം ഇവരിവിടെ താമസിക്കുന്നത് അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ചേട്ടത്തിയമ്മയുടെ ചേച്ചിയുടെ മോളാണ് ഇവരാണവർ. ആദ്യമായിട്ടാണ് അതൊരു അനുഭവം. അങ്ങനെ ഇത്രയും കാലം കാത്തിരുന്നു. സന്തോഷം, പെട്ടെന്നുള്ളൊരു ഇതായത് വളരെ സന്തോഷം വരാൻ പറ്റിയത്. അതെ, ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ആ പ്രതികരണം എടുത്തപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന 3 പേർ അടുത്ത് നിൽക്കുന്നു. ഒരാൾ തിരുവനന്തപുരംകാർ, ഒരാൾ തൃപ്പൂണിത്തുറ നിന്ന് വരുന്നു, മറ്റൊരാൾ മലപ്പുറത്ത് നിന്ന് വരുന്നു. അപ്പോൾ തന്നെ ഈ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് എത്ര ദേശങ്ങളിൽ നിന്ന് വരുന്നവരാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ അമ്മ ആദ്യമായിട്ടാണ് പൊങ്കാലയിടാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതിന്റെ തിരുവനന്തപുരം എന്നാൽ ഒരു കൊച്ചു കേരളമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന ഇടമാണ്. പക്ഷേ ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ അത് ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് കൂടി മാറുന്നു എന്ന് തോന്നുന്നു. പൊങ്കാലയിടാനായി വിദേശത്ത് നിന്നടക്കം ഇതിനുവേണ്ടി പറന്നെത്തുന്നവരും ഒരുപാടാണ്. വർഷമായി ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാൻ വേണ്ടി വിദേശികളടക്കം ഈ തിരുവനന്തപുരത്തേക്ക് വരാറുണ്ട്. സ്ഥിരമായി വരുന്ന യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ ഇവിടെ നമ്മൾ കാണാറുണ്ട് പൊങ്കാല ചടങ്ങുകൾക്ക് വരുമ്പോൾ. ഞാൻ തന്നെ എത്രയോ വർഷമായി പൊങ്കാല റിപ്പോർട്ട് ചെയ്യുന്നു, പൊങ്കാല റിപ്പോർട്ടിങ്ങിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ആ സ്റ്റോറിയൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് ഈ വിദേശത്ത് നിന്ന് വരുന്ന വനിതകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർ ഒരു തവണ വന്നാൽ വീണ്ടും പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ഈ ഒരു സമയം നോക്കി അവർ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന ഭക്തർ ഒപ്പം തന്നെ ഈ ആറ്റുകാലമ്മയ്ക്ക് ഒരിക്കൽ പൊങ്കാലയിട്ടാൽ പിന്നീട് മുടങ്ങാതെ ഇട്ടിട്ട് പോകുന്ന ഭക്തരാണ് കൂടുതലുമായിട്ടുമുള്ളത്. ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ ആദ്യമായിട്ട് ഇടാൻ വന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ ആ അമ്മ വീണ്ടും പൊങ്കാല ഇടാൻ വേണ്ടി വരുന്ന ഒരു കാഴ്ച കാണാം. അതുപോലെ തന്നെ ആറ്റുകാലമ്മയെ അത്രയേറെ വിശ്വാസമാണ് ഭക്തർക്ക്.
നിരവധി ആഗ്രഹങ്ങളുമായിട്ടാണ്, പ്രാർത്ഥനകളുമായിട്ടാണ് ഓരോ ഭക്തരും ഈ ആറ്റുകാൽ തിരുനടയിലേക്ക് വരുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ പൊങ്കാല ദിവസം ഓരോ ആൾക്കാരുടെ അടുത്തും അവരുടെ പ്രതികരണങ്ങളൊക്കെ തേടുമ്പോൾ മിങ്ങി പൊട്ടിക്കൊണ്ടാണ് പ്രതികരണം നൽകുന്നത്. അപ്പോൾ അവരെല്ലാം മനസ്സിൽ ഒരുപാട് പ്രാർത്ഥനകളുമായിട്ട് ആറ്റുകാലമ്മയുടെ തിരുമുമ്പിലേക്ക് വരുന്നു. അവിടെ വന്ന് ആ പ്രാർത്ഥനകളുടെ കെട്ടഴിച്ചുകൊണ്ട് അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുന്നു. ആ നിവേദ്യം അർപ്പിക്കുന്നതോടെ അവരുടെ ഒരു പക്ഷേ ആഗ്രഹ സഫലീകരണം നടക്കും എന്നുള്ളൊരു വിശ്വാസം വീണ്ടും വരാൻ കാരണം ആ ആഗ്രഹ സഫലീകരണം നടന്നതിൻ്റെ നന്ദി പ്രകടനമായിട്ടായിരിക്കും. ഏതായാലും ഏതാണ്ട് പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി ഭക്തരിങ്ങനെ അമ്മയ്ക്ക് നൈവേദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ നൈവേദ്യം ഉണ്ടുകൊണ്ട് അമ്മയ്ക്കും തൃപ്തിയാകുന്നില്ല, ആ പ്രസാദം അർപ്പിച്ച് ഭക്തർക്കും തൃപ്തിയാകുന്നില്ല. അതിങ്ങനെ അനസ്യൂതം തുടരുകയാണ്. നമുക്കിനി ക്ഷേത്രത്തിലെ മറ്റ് ചില കാഴ്ചകൾ, ഇപ്പോൾ ഈ പൂജാ സമയമാണ്, അതുകൊണ്ട് ഭക്തരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഈ ഇതിന് തൊട്ട് മുന്നിൽ കാണുന്നതാണ് ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ, മലയാളികൾ ആറ്റുകാൽ പൊങ്കാല ദിവസം തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുക. അത് അന്നേ ദിവസം മാത്രമല്ല, അതിനെത്രയോ ദിവസം മുൻപ് തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ചിലർക്ക് പല ആഗ്രഹങ്ങളും സാധിക്കാനുള്ളൊരു വരവാണ്, ചിലർക്ക് നന്ദി പറയാനുള്ള വരവാണ്, മറ്റു ചിലർക്ക് സ്നേഹവും ആദരവും ഭക്തിയും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ആറ്റുകാൽ പൊങ്കാല.